ഹലോ ഗൈസ്, ഒരു യാത്രയിൽ ഫുഡിനേക്കാളും സ്റ്റേയിനേക്കാളും ഒക്കെ അടിപൊളിയാവേണ്ട ഒരു സാധനമാണ് ഒപ്പം പോരുന്ന ചങ്ങായി. എൻ്റെ ചങ്ങായി അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ വൈറ്റിലയിൽ നിന്ന് 9:30 ശ്രീമുരുക ട്രാവൽസിന് പളനിയിലേക്ക്. വെളുപ്പിന് 3 മണിയോടെ പളനി എത്തി. 4 മണിക്കാണ് പളനിയിൽ നിന്നും കൊടയിലേക്ക് ബസ്. 4:30ക്കാണ് ബസ് എത്തിയത്. 1.5 മണിക്കൂർ ഞങ്ങൾ പോസ്റ്റായി. അങ്ങനെ ഞങ്ങൾ ചുരം കയറി തുടങ്ങി. ചുരത്തിൻ്റെ പകുതി ആയപ്പോഴത്തേക്കും ചായ കുടിക്കാനൊന്ന് നിർത്തി. അപ്പോഴത്തേക്കും അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവം ആകെ മാറി തുടങ്ങിയിരുന്നു. രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കൊടയെത്തി. സ്റ്റാൻഡിനടുത്ത് തന്നെ ഒരു റൂം എടുത്ത് ഫ്രഷായി രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കോട മൊത്തം ഓടി നടന്നു കണ്ടു ഗൈസ്. അടുത്ത നമ്മുടെ ലക്ഷ്യം പൂണ്ടിയാണ്, ദ മാജിക്കൽ പൂണ്ടി. രാവിലെ തന്നെ ഞങ്ങൾ പൂണ്ടിക്ക് വിട്ടു. പൂണ്ടിയുടെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ തെണ്ടി തിരിഞ്ഞ് നടന്നപ്പോഴാണ് സുരേഷ് ഏട്ടനെ കണ്ടുകിട്ടിയത്. ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിന്നപ്പോൾ സുരേഷ് ഏട്ടൻ ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. സുരേഷ് ഏട്ടനും ഭാര്യ ഈശ്വരിയമ്മയും ഞങ്ങൾക്ക് പൂരിയും സാമ്പാറും തന്ന വയറും മനസ്സും നിറച്ചു. പിന്നെ രണ്ടാളും കൂടി അവരുടെ മാരേജ് ഫോട്ടോസ് എല്ലാം ഞങ്ങളെ കാണിച്ചു തന്നു. ഞങ്ങളങ്ങനെ കുടുംബവിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങിയിരുന്നു. വീട്ടിൽ ചെന്ന സന്തോഷത്തിൽ അവർ കൃഷി ചെയ്തുണ്ടാക്കിയ വെളുത്തുള്ളിയും ക്യാരറ്റും ബാഗിലിട്ട് തന്നാണ് വിട്ടത്. പൂണ്ടിയിലെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ നേരെ കൊടയിലേക്ക് ബസ് കയറി. പോകുമ്പഴി ബസ്സൊന്ന് ചായ കുടിക്കാൻ നിർത്തിയ സമയത്ത് കോട കണ്ട സന്തോഷത്തിൽ എൻ്റെ ചങ്ങായി ഇറങ്ങി ഓടി. അവിടെ വെച്ചാണ് വയനാട്ടിൽ നിന്ന് വന്ന 2 ചങ്ങായിമാരെ കണ്ടത്. പിന്നീട് പളനി വരെയുള്ള യാത്ര ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. നല്ല വിശന്ന് പൊരിഞ്ഞാണ് ഞങ്ങൾ കൊടയിലെത്തിയത്. നേരെ ഒരു ഹോട്ടലിൽ കയറി ഒരു ദിണ്ടിക്കൽ ബിരിയാണി അകത്താക്കി. തിരിച്ചുള്ള 7:30 ബസ്സിൽ ഞങ്ങൾ പളനിയിലേക്ക്, അവിടെ നിന്നും നാട്ടിലേക്ക്. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഒറ്റ മൈൻഡിൽ പുറപ്പെട്ട ഈ യാത്ര ഇത്രയും അടിപൊളിയാകുമെന്ന് ഞാനും എൻ്റെ ചങ്ങായി വിചാരിച്ചിരുന്നതേ ഇല്ല. എന്തായാലും ഒരുപാട് നല്ല ആൾക്കാരെ കാണാൻ പറ്റി.